ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LDC പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ പവർ റിവിഷൻ എന്നൊരു സീരീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പവർ റിവിഷൻ സീരീസിന്റെ തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിട്ടുണ്ടാവും. കാരണം കഴിഞ്ഞ റിവിഷൻസിലെല്ലാം വലിയൊരു മേഖലയാണ് നമ്മൾ പൂർണ്ണമായിട്ട് റിവിഷൻ ചെയ്ത് പോയത്. ഇന്നത്തെ പവർ റിവിഷനിൽ വളരെ ചെറിയൊരു മേഖല എല്ലാവരെയും പഠിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് വേറൊന്നുമല്ല, 2024 നടന്ന ഡിഗ്രി ലെവലിന്റെ പരീക്ഷകളായാലും LDCയുടെ പരീക്ഷകളായാലും +2 ലെവൽ പരീക്ഷകളായാലും അതിലെ കലാ സാംസ്കാരിക എന്ന മേഖലയിൽ നിന്ന് റെഗുലറായിട്ട് ചോദ്യം വരുന്ന ഒരു പോർഷനാണ് മലയാള സിനിമ. മലയാള സിനിമ മറ്റു സാഹിത്യ കലാ മേഖലകളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പം മലയാള സാഹിത്യം നമ്മൾ എത്ര പഠിച്ചാലും ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റും. കലാ മേഖലയിലെ മറ്റുള്ള എല്ലാ മേഖലകളിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നമുക്ക് ഏകദേശം ഗ്യാരണ്ടിയോടുകൂടി നമുക്ക് പഠിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് മലയാള സിനിമ. അതാണെങ്കിലോ റെഗുലറായിട്ട് ഇപ്പം ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരുവിധം അറിയാവുന്ന ഒരു കലാമേഖലയാണ് മലയാള സിനിമ. അതുകൊണ്ട് തന്നെ 2024 അതായത് ഈ വർഷം മലയാള സിനിമയിൽ നിന്ന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഒരു ചെറിയ വിവരണമാണ് ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാളെയാണ് തിരുവനന്തപുരം ജില്ലയുടെ LDC പരീക്ഷയാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് കണ്ടന്റ് പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഈ കാര്യം നമ്മൾ തലേ ദിവസം ഒന്ന് കേട്ടിട്ട് പോയാൽ ചിലപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഒരു സ്പീഡിൽ ഈ വീഡിയോ കണ്ടു തീർക്കുക, പഠിച്ചിട്ട് പോവുക. കാരണം ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2024 ചോദിച്ച മലയാള സിനിമയിലെ ചോദ്യങ്ങളും അതിൻ്റെ ലഘുവിവരണങ്ങളിലേക്കും കടക്കാം. ഒരു ചലച്ചിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ആ ചലച്ചിത്രത്തിന്റെ സംവിധായകനാണ്. ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ് എന്നറിയപ്പെടുന്നത് സിനിമയുടെ ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ സിനിമയിൽ നിന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ പ്രധാനമായും ചോദിക്കുന്നത് മലയാള സിനിമയിൽ തങ്ങളുടേതായ സാന്നിധ്യം ഉറപ്പിച്ച് മൈൽ സ്റ്റോൺ ആയ സിനിമകൾ ചെയ്ത് കടന്നുപോയ സംവിധായകരെ കുറിച്ചാണ്, അല്ലെങ്കിൽ നിലവിൽ മികച്ച സംവിധായകരായി മുന്നിൽ നിൽക്കുന്നവരെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ വളരെയധികം സംഭാവന ചെയ്ത ചില സംവിധായകരെയും അവരുടെ ചലച്ചിത്രങ്ങളെയുമാണ് പരിചയപ്പെടുന്നത്. നമുക്ക് ഓരോ സംവിധായകരായി കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആര് എന്നാണ്. 2024 ഈ വർഷം നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ ചോദ്യമായിരുന്നു. മലയാള സിനിമയെ അന്താരാഷ്ട്ര തലത്തിൽ എത്തിച്ച പ്രധാനപ്പെട്ട സംവിധായകരിൽ ഒരാളാണ് G. അരവിന്ദൻ. ഓക്കെ, അദ്ദേഹത്തിന്റെ ചില സിനിമകൾ PSC പരീക്ഷയ്ക്ക് റെഗുലറായി കണ്ടുവരാറുണ്ട്. അതിൽ ഉറപ്പായി നിങ്ങൾ പഠിച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ ഉത്തരായനം എന്നതാണ്, മറന്നുപോരുത്. ഉത്തരായനം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? G. അരവിന്ദൻ. G. അരവിന്ദന്റെ ആദ്യ സിനിമയാണ് ഉത്തരായനം. അതിനുശേഷം അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു സിനിമയാണ് കാഞ്ചന സീത. ഏതാണ്? കാഞ്ചന സീത. പിന്നെ തമ്പ്, അതിനുശേഷം കുമ്മാട്ടി. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരുടേതാണ്? G. അരവിന്ദന്റെ സിനിമകളാണ്. ഉത്തരായനം G. അരവിന്ദനാണ്. കാഞ്ചന സീത G. അരവിന്ദനാണ്. തമ്പ് G. അരവിന്ദനാണ്. കുമ്മാട്ടി അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എസ്തപ്പാൻ. ഇതൊക്കെ PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എസ്തപ്പാൻ എന്ന സിനിമ സംവിധാനം ചെയ്തതാര്? G. അരവിന്ദൻ. പോക്കുവെയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോക്കുവെയിലിന് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പ്രശസ്ത കവിയായ ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. അപ്പൊ പോക്കുവെയിലിലെ പ്രധാന കഥാപാത്രം ചെയ്ത മലയാളത്തിലെ കവി ആര് എന്ന് ചോദിച്ചാൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. പോക്കുവെയിൽ ആര് സംവിധാനം ചെയ്ത സിനിമയാണ്? G. അരവിന്ദൻ സംവിധാനം ചെയ്ത സിനിമയാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ചിദംബരം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചിദംബരം എന്ന സിനിമ സംവിധാനം ചെയ്തു. ഒരിടത്ത് എന്ന സിനിമ സംവിധാനം ചെയ്തു. G. അരവിന്ദന്റെ ചലച്ചിത്രങ്ങളാണ് ഉണ്ണി, അതുപോലെ തന്നെ വാസ്തുഹാര. അപ്പൊ നമുക്ക് G. അരവിന്ദന്റെ സിനിമകൾ ഒന്ന് പഠിച്ചെടുക്കാം. 1 ഉത്തരായനം, 2 കാഞ്ചന സീത, 3 തമ്പ്, 4 കുമ്മാട്ടി, അതിനുശേഷം എസ്തപ്പാൻ, പിന്നെ പോക്കുവെയിൽ. പോക്കുവെയിലിലെ പ്രധാന കഥാപാത്രം ആര്? ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. നെക്സ്റ്റ് ചിദംബരം G. അരവിന്ദന്റെ ചിത്രം. ഒരിടത്ത്, ഉണ്ണി, വാസ്തുഹാര. G. അരവിന്ദന്റെ അവസാനത്തെ ചലച്ചിത്രമാണ് വാസ്തുഹാര. വാസ്തുഹാരയിലെ നായകൻ മോഹൻലാൽ ആയിരുന്നു. വാസ്തുഹാരയിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആരാണ്? മോഹൻലാലാണ്. അപ്പൊ വാസ്തുഹാരയിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചത് മോഹൻലാലാണ്. അപ്പോൾ G. അരവിന്ദന്റെ സിനിമകൾ മറന്നുപോകരുത്. G. അരവിന്ദനെ പോലെ തന്നെ വളരെ പ്രശസ്തനായ അടുത്ത സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്യാത്ത സിനിമ ഏതെന്ന് ചോദിക്കാം. അടൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും
ഏറ്റവും ആദ്യത്തെയുമായിട്ടുള്ള സിനിമ സ്വയംവരം എന്ന സിനിമയാണ്. 1972 സ്വയംവരം അടൂരിന്റെ സിനിമയാണ്. അതിനുശേഷം ഭരത് ഗോപിക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത കൊടിയേറ്റം എന്ന സിനിമ അടൂർ ഗോപാലകൃഷ്ണന്റെ ആണ്. കൊടിയേറ്റം എന്ന സിനിമയിൽ ശങ്കരൻകുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഭരത് ഗോപി നാഷണൽ അവാർഡ് നേടുന്നത്. അടൂരിന്റെ സിനിമയാണ്. അതുപോലെ തന്നെ എലിപ്പത്തായം, ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുരസ്കാരം നേടിയ എലിപ്പത്തായം എന്ന സിനിമ, അതിലെ പ്രധാന കഥാപാത്രം ചെയ്തത് കരമന ജനാർദ്ദനൻ നായരാണ്. എലിപ്പത്തായത്തിലെ പ്രധാന കഥാപാത്രം ചെയ്തത് കരമന ജനാർദ്ദനൻ നായരാണ്. അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയാണ് എലിപ്പത്തായം. പിന്നെ മറ്റൊരു സിനിമയാണ് മുഖാമുഖം. അടൂരിന്റെ മറ്റൊരു സിനിമ ഏതാണ്? മുഖാമുഖം. നെക്സ്റ്റ് അനന്തരം, ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അനന്തരം, മമ്മൂട്ടി നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച അനന്തരം അടൂരിന്റെ സിനിമയാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മതിലുകൾ, ബഷീറിന്റെ സൃഷ്ടിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടൂർ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് മതിലുകൾ. മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടാൻ കാരണമായ ഒരു ചലച്ചിത്രമാണ് മതിലുകൾ. അതുപോലെ തന്നെ വിധേയൻ, പ്രശസ്ത സാഹിത്യകാരനായ സക്കറിയയുടെ ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും എന്ന സൃഷ്ടിയെ അടിസ്ഥാനപ്പെടുത്തി അടൂർ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് വിധേയൻ. പരീക്ഷയ്ക്ക് ചോദിക്കും. അതുപോലെ തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ മറ്റൊരു ചലച്ചിത്രമാണ് കഥാപുരുഷൻ. തെറ്റിക്കരുതേ, കഥാപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ്. പിന്നെ നിഴൽക്കൂത്ത് അടൂരിന്റെ സിനിമയാണ്. 4 പെണ്ണുങ്ങൾ അടൂരിന്റെ സിനിമയാണ്. ഒരു പെണ്ണും രണ്ടാണും, 4 പെണ്ണുങ്ങൾ എന്ന് പറയുന്ന ചലച്ചിത്രവും ഒരു പെണ്ണും രണ്ടാണും എന്ന ചലച്ചിത്രവും പിന്നെയും എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അപ്പൊ നമുക്ക് അടൂർ ഗോപാലകൃഷ്ണ സിനിമകൾ ഒന്ന് റിവിഷൻ ചെയ്യാം. ശ്രദ്ധിച്ചോ: സ്വയംവരം, കൊടിയേറ്റം, എലിപ്പത്തായം, മുഖാമുഖം, അനന്തരം, മതിലുകൾ, വിധേയൻ, കഥാപുരുഷൻ, നിഴൽക്കൂത്ത്, 4 പെണ്ണുങ്ങൾ, ഒരു പെണ്ണും രണ്ടാണും പിന്നെയും അടൂരിന്റെ ചലച്ചിത്രങ്ങൾ എക്സാമിന് ചോദിക്കും. നെക്സ്റ്റ് ഷാജി എൻ കരുൺ. PSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത സംവിധായകനാണ് ഷാജി എൻ കരുൺ. കാരണം അദ്ദേഹത്തിന്റെ 3 സിനിമകളാണ് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ളത്. ഏറ്റവും പ്രധാനം പിറവി, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിറവി എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഷാജി എൻ കരുൺ ആണ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചലച്ചിത്രം സ്വം, രണ്ടാമത്തെ ചലച്ചിത്രത്തിന്റെ പേര് സ്വം എന്നാണ്. പിന്നെ വാനപ്രസ്ഥം, മോഹൻലാലിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത വാനപ്രസ്ഥം എന്ന സിനിമ സംവിധാനം ചെയ്തത് ഷാജി എൻ കരുണാണ്. പിന്നെ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് കുട്ടിസ്രാങ്ക് എന്ന സിനിമ സംവിധാനം ചെയ്തതും ഷാജി എൻ കരുണ. അപ്പൊ ഷാജി എൻ കരുണിന്റെ സിനിമ ഏതാണ്? പിറവി ഷാജി എൻ കരുണാണ്. സ്വം ഷാജി എൻ കരുണാണ്. അതുപോലെ തന്നെ വാനപ്രസ്ഥം ഷാജി എൻ കരുണാണ്. കുട്ടിസ്രാങ്ക് ഷാജി എൻ കരുണിന്റെ ചലച്ചിത്രമാണ്. ജോൺ എബ്രഹാം, മലയാളത്തിന്റെ ഇതിഹാസ ചലച്ചിത്രകാരൻ എന്നറിയപ്പെടുന്ന സംവിധായകനാണ് ജോൺ എബ്രഹാം. പരീക്ഷയ്ക്ക് ജോണിന്റെ 3 സിനിമകളും ചോദിച്ചിട്ടുണ്ട്. ആകെ കൂടെ അദ്ദേഹം 3 സിനിമയെ സംവിധാനം ചെയ്തിട്ടുള്ളൂ. ആ 3 സിനിമകളും PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായി പഠിച്ചുകൊള്ളുക. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ വിദ്യാർത്ഥികളെ ഇതിലെ എന്നാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ ഏതാണ്? വിദ്യാർത്ഥികളെ ഇതിലെ. ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ, ഇമ്പോർട്ടന്റ്, ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ, വിദ്യാർത്ഥികളെ ഇതിലെ, അമ്മ അറിയാൻ. പരീക്ഷയ്ക്ക് ചോദിക്കും, ഇമ്പോർട്ടന്റ് ചോദ്യമാണേ, ഓർത്തു വെച്ചോ. അമ്മ അറിയാൻ ചോദിക്കാം. അമ്മ അറിയാൻ എന്ന സിനിമ സംവിധാനം ചെയ്തതാര്? ജോൺ എബ്രഹാം. അമ്മ അറിയാൻ എന്ന സിനിമ സംവിധാനം ചെയ്തതാര്? ജോൺ എബ്രഹാം. അദ്ദേഹത്തിന്റെ മറ്റു 2 സിനിമകൾ ഏതാണ്? ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങളും വിദ്യാർത്ഥികളെ ഇതിലെ എന്ന സിനിമയും. അതിനുശേഷം KG ജോർജ്, ഈ അടുത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച സംവിധായകരിൽ ഒരാളായ KG ജോർജ്. കറണ്ട് അഫയറുമായി ബന്ധപ്പെട്ടും KG ജോർജിൽ നിന്ന് ചോദ്യം വരാം. അതുകൊണ്ട് KG ജോർജിന്റെ സിനിമകൾ ഉറപ്പായിട്ട് ഇത്തവണ പഠിച്ചിട്ടേ പോവാവൂ. KG ജോർജിന്റെ ഒന്നാമത്തെ സിനിമ സ്വപ്നാടനം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ. KG ജോർജ് മലയാള സിനിമയിലേക്ക് വരുന്നത് സ്വപ്നാടനം എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടാണ്. രാപ്പാടികളുടെ ഗാഥ എന്ന ചലച്ചിത്രം അദ്ദേഹത്തിൻ്റെതാണ്. പത്മരാജന്റെ രചനയിൽ KG ജോർജ് സംവിധാനം ചെയ്ത സിനിമയാണ് രാപ്പാടികളുടെ ഗാഥ. അതിനുശേഷം ഉൾക്കടൽ KG ജോർജിന്റെ സിനിമ. മേള, സർക്കസ് കൂടാരത്തെ പ്രമേയമാക്കിക്കൊണ്ട് ഒരു ജോക്കറിന്റെ ജീവിതം ആസ്പദമാക്കിക്കൊണ്ട് KG ജോർജ് സംവിധാനം ചെയ്ത സിനിമയാണ് മേള KG ജോർജിന്റെ സിനിമ. കോലങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ്, കോലങ്ങൾ KG ജോർജിന്റെ സിനിമ. എക്കാലത്തെയും ക്ലാസിക് ഫിലിം യവനിക ചോദിക്കും ചിലപ്പം. യവനിക എന്ന സിനിമ സംവിധാനം ചെയ്തതാര്? KG ജോർജ്. ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്
KG ജോർജിന്റെ മറ്റൊരു ചലച്ചിത്രം ആദാമിന്റെ വാരിയല്, ഇരകൾ ഇമ്പോർട്ടന്റ് ആണ്, ഇരകൾ KG ജോർജിന്റെ ചലച്ചിത്രം. അതുപോലെ തന്നെ പഞ്ചവടിപ്പാലം, എക്കാലത്തെയും രാഷ്ട്രീയ ഹാസ്യാക്ഷേപ സിനിമകളിൽ ഒന്നാം സ്ഥാനത്തിരിക്കുന്ന ചലച്ചിത്രം പഞ്ചവടിപ്പാലം, KG ജോർജിന്റെ ചലച്ചിത്രം. മറ്റൊരാൾ KG ജോർജ് സംവിധാനം ചെയ്ത സിനിമയാണ് ഈ കണ്ണികൂടി ഇലവങ്കോട് ദേശം. ഇത്രയും സിനിമകൾ നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് പോകണം. കാരണം KG ജോർജാണ് ഈ ഇടയ്ക്ക് നമ്മെ വിട്ടുപിരിഞ്ഞ ചലച്ചിത്രകാരൻ. അതുകൊണ്ട് തന്നെ ചോദിക്കും, ഒന്നുകൂടി മനസ്സിരുത്തി പഠിച്ചോ. KG ജോർജിന്റെ സിനിമകൾ സ്വപ്നാടനം, രാപ്പാടികളുടെ ഗാഥ, ഉൾക്കടൽ ബൈ KG ജോർജ്, മേള ബൈ KG ജോർജ്, കോലങ്ങൾ KG ജോർജിന്റെ സിനിമ, യവനിക KG ജോർജിന്റെ സിനിമ, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് KG ജോർജിന്റെ സിനിമ, ആദാമിന്റെ വാരിയല്, ഇരകൾ, പഞ്ചവടിപ്പാലം, മറ്റൊരാൾ, ഈ കണ്ണികൂടി ഇലവങ്കോട് ദേശം. അദ്ദേഹത്തിന്റെ അവസാന സംവിധാന സംരംഭമായിരുന്നു ഇലവങ്കോട് ദേശം എന്ന് പറയുന്ന ചലച്ചിത്രം. ഓക്കെ, അതിനുശേഷം രാമു കാര്യാട്ട്, മലയാള സിനിമയില് പുതിയൊരു പാത വെട്ടിത്തുറന്ന ഒരു സംവിധായകനാണ് രാമു കാര്യാട്ട്. അദ്ദേഹം സംവിധാനം ചെയ്ത പ്രധാനപ്പെട്ട സിനിമ നീലക്കുയിൽ എന്ന സിനിമയാണ്. നീലക്കുയില് രാമു കാര്യാട്ടും P ഭാസ്കരനും ഒരുമിച്ചാണ് സംവിധാനം ചെയ്തത്. പിന്നെ ചെമ്മീൻ അദ്ദേഹത്തിന്റെ സിനിമയാണ്. നെല്ല് സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടാണ്. ദ്വീപ്, ലക്ഷദ്വീപിന്റെ കഥ പറയുന്ന ദ്വീപ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തതും രാമു കാര്യാട്ടാണ്. P പത്മരാജൻ, മലയാള സിനിമയിലെ എക്കാലത്തും നിലനിൽക്കുന്ന സിനിമകൾ സംവിധാനം ചെയ്ത P പത്മരാജന്റെ സിനിമകൾ PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പെരുവഴി അമ്പലം, പത്മരാജന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് പെരുവഴി അമ്പലം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പെരുവഴി അമ്പലം എന്ന സിനിമ സംവിധാനം ചെയ്തത് P പത്മരാജൻ. ഒരിടത്തൊരു ഫയൽമാൻ എന്ന സിനിമ, P പത്മരാജന്റെ സിനിമയാണ്. കള്ളൻ പവിത്രൻ, അപരൻ, ജയറാമിന്റെ ആദ്യത്തെ ചലച്ചിത്രമായിരുന്നു അപരൻ, അത് സംവിധാനം ചെയ്തത് പത്മരാജനാണ്. കള്ളൻ പവിത്രൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് പത്മരാജനാണ്. അപ്പോൾ ഇത്രയുമാണ് മലയാള സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട സംവിധായകരും ചലച്ചിത്രങ്ങളുമായിട്ട് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ സിനിമകളൊന്നും നിങ്ങൾ വിട്ടുപോകരുത്. ഇതിൽ നിന്ന് ഉറപ്പായിട്ട് ചോദ്യം പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കിലേക്ക് കടക്കാം, മലയാള സിനിമയും ദേശീയ അവാർഡും. റീസെന്റ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏതാണ്? ശങ്കരൻകുട്ടി എന്ന കഥാപാത്രം വരുന്ന ചലച്ചിത്രം ഏതാണ്? ശങ്കരൻകുട്ടി എന്ന കഥാപാത്രം കൊടിയേറ്റം എന്ന സിനിമയിൽ ഭരത് ഗോപി ചെയ്ത കഥാപാത്രമാണ്. അപ്പൊ നോക്ക്, പതിനായിരക്കണക്കിന് സിനിമകൾ വന്ന മലയാള ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു കഥാപാത്രത്തിന്റെ പേരെടുത്ത് പറഞ്ഞിട്ട് അത് ഏത് സിനിമയിലെന്ന് ചോദിക്കുന്നുവെങ്കിൽ അതിനൊരു പ്രത്യേകത കാണും. ആ കഥാപാത്രം ചെയ്ത ആൾക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ആ കഥാപാത്രം അത്രമാത്രം പ്രശസ്തമായതായിരിക്കും. ഇവിടെ കൊടിയേറ്റം എന്ന സിനിമയ്ക്ക് ഭരത് ഗോപിക്ക് അവാർഡ് കിട്ടി. ആ അവാർഡ് കിട്ടാൻ കാരണമായത് അദ്ദേഹം ചെയ്ത ശങ്കരൻകുട്ടി എന്ന് പറയുന്ന കഥാപാത്രമാണ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്? മലയാള സിനിമയിൽ നാഷണൽ അവാർഡ് നേടിയ നടന്മാരും നടിമാരും ഏത് സിനിമ, അവരുടെ കഥാപാത്രങ്ങൾ. നമുക്ക് പെട്ടെന്ന് നോട്ടിച്ചു പോവാം. ആദ്യം മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ മലയാളത്തിൽ നിന്നുള്ള നടന്മാർ. ഒന്ന് PJ ആന്റണി. മലയാളത്തിൽ നിന്ന് ആദ്യമായി മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടുന്നത് PJ ആന്റണിയാണ്. നിർമാല്യം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നത്. MT വാസുദേവൻ നായരുടെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കൃതിയെ അടിസ്ഥാനപ്പെടുത്തി, കൃതിയുടെ പേര് മറന്നു പോരുത്, പള്ളിവാളും കാൽച്ചിലമ്പും അദ്ദേഹം തന്നെ സംവിധാനം ചെയ്തു. ആര് സംവിധാനം ചെയ്തു? MT വാസുദേവൻ നായർ സംവിധാനം ചെയ്ത നിർമാല്യം എന്ന ചലച്ചിത്രത്തിൽ വെളിച്ചപ്പാടൻ എന്ന കഥാപാത്രം, വെളിച്ചപ്പാടൻ മറന്നുപോലെ, വെളിച്ചപ്പാടൻ എന്ന കഥാപാത്രം ചെയ്തതിന് PJ ആന്റണിക്ക് നാഷണൽ അവാർഡ് കിട്ടി. രണ്ടാമത് നാഷണൽ അവാർഡ് കിട്ടുന്നത് നമുക്കിപ്പോ PQന് ചോദിച്ച ചോദ്യം, 1977 ഭരത് ഗോപിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നു. വർഷമൊന്നും അങ്ങനെ ചോദിക്കാറില്ല. കഥാപാത്രത്തിന്റെ പേര് ശങ്കരൻകുട്ടി എന്നാണ്. കഥാപാത്രത്തിന്റെ പേരെന്താണ്? ശങ്കരൻകുട്ടി. കൊടിയേറ്റം സിനിമ സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ്. കൊടിയേറ്റം സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ് കൊടിയേറ്റം എന്ന സിനിമ സംവിധാനം ചെയ്തത്. ഭരത് ഗോപിക്ക് രണ്ടാമത് നാഷണൽ അവാർഡ് കിട്ടുന്നു. മൂന്നാമത് ഓപ്പോൾ എന്ന സിനിമയ്ക്ക്
ഓപ്പോൾ എന്ന സിനിമയ്ക്ക് ബാലൻ കെ നായർ മൂന്നാമത് അവാർഡിന് അർഹനായി. അപ്പം നിങ്ങൾ മറന്നുപോയേ ചെയ്യരുത്, സിനിമയുമായിട്ട് വലിയ പരിചയമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല ബാലൻ കെ നായർക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന്. ഉറപ്പായിട്ട് പഠിച്ചോളുക, ബാലൻ കെ നായർക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ഏത് സിനിമയ്ക്ക്? ഓപ്പോൾ. ഓപ്പോൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് KS സേതുമാധവൻ എന്ന ഡയറക്ടറാണ്. അതിലെ കഥാപാത്രത്തിന്റെ പേര് ഗോവിന്ദൻ കുട്ടി എന്നാണ്. അപ്പൊ PJ ആന്റണിയുടെ കഥാപാത്രത്തിന്റെ പേര് വെളിച്ചപ്പാടൻ, ഗോപിയുടെ കഥാപാത്രത്തിന്റെ പേര് ശങ്കരൻകുട്ടി, ബാലൻ കെ നായരുടെ കഥാപാത്രത്തിന്റെ പേര് ഗോവിന്ദൻ കുട്ടി. ഓക്കെ, അടുത്തത് പ്രേംജി. പ്രേംജി എന്ന നടന് 1988 അദ്ദേഹം അഭിനയിച്ച സിനിമയാണ് പിറവി. ആ പിറവി എന്ന സിനിമയ്ക്ക് അവാർഡ് കിട്ടി. സംവിധാനം ചെയ്തത് ഷാജിയൻ കരുൺ എന്ന സംവിധായകനാണ്. പ്രൊഫസർ രാഘവ ചാക്യാർ എന്ന കഥാപാത്രമാണ് പിറവിയിൽ പ്രേംജി ചെയ്തത്. മറന്നുപോരുത്, പ്രൊഫസർ രാഘവ ചാക്യാർ. പ്രൊഫസർ രാഘവ ചാക്യാർ എന്ന കഥാപാത്രം ചെയ്തതാണ് പിറവി എന്ന ചലച്ചിത്രത്തിൽ. പ്രേംജി എന്ന നടൻ ഇമ്പോർട്ടന്റ് ആണ്. 4ാമത് കിട്ടിയത് പ്രേംജിക്കാണ്. അപ്പോ നിർമാല്യം PJ ആന്റണി, കൊടിയേറ്റം ഭരത് ഗോപി, ബാലൻ കെ നായർ ഓപ്പോള്, പ്രേംജി പിറവി. കഥാപാത്രങ്ങൾ വെളിച്ചപ്പാടൻ, ശങ്കരൻകുട്ടി, ഗോവിന്ദൻകുട്ടി, പ്രൊഫസർ രാഘവ ചാക്യാർ. 5ാമത്തെ നടൻ മമ്മൂട്ടി. മമ്മൂട്ടിക്ക് ഇതുവരെ മികച്ച നടനുള്ള നാഷണൽ അവാർഡ് എത്ര തവണ കിട്ടിയിട്ടുണ്ട്? 3 തവണ. മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് എത്ര തവണ കിട്ടിയിട്ടുണ്ട്? 3 തവണ കിട്ടിയിട്ടുണ്ട്. ഒന്ന് 1989-ലാണ്. 2 ചലച്ചിത്രങ്ങളും കൂടെ ചേർത്തിട്ടാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നത്. ഒന്ന് ഒരു വടക്കൻ വീരഗാഥ, അതുപോലെ തന്നെ മതിലുകൾ. ഈ 2 സിനിമയിലെയും അഭിനയത്തിന് ചേർത്തിട്ടാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നത്. വടക്കൻ വീരഗാഥ സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. അതിൽ ചന്തു എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് 1989. എന്നാൽ മതിലുകൾ സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ബഷീറിന്റെ കൃതിയായാണ്, ബഷീറായിട്ട് തന്നെയാണ് മമ്മൂട്ടി അഭിനയിച്ചത് 89. ഈ 2നും കൂടെ ചേർത്താണ് മമ്മൂട്ടിക്ക് ആദ്യമായിട്ട് നാഷണൽ അവാർഡ് കിട്ടുന്നത്. അതുപോലെ പൊന്തൻ മാട എന്ന സിനിമയിലെ അഭിനയത്തിനും വിധേയൻ എന്ന സിനിമയിലെ അഭിനയത്തിനും കൂടെ ചേർത്തിട്ട് വീണ്ടും 93 മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് 2ാമത് ലഭിക്കുന്നു. അതിൽ മാട എന്ന കഥാപാത്രമാണ് പൊന്തൻ മാടയിൽ മമ്മൂട്ടി ചെയ്തത്. എന്നാൽ വിധേയനിലെ കഥാപാത്രത്തിന്റെ പേര് മറന്നുപോരുത്, ഭാസ്കര പട്ടേലർ. മറന്നുപോരുത്, വിധേയൻ എന്ന സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് മറന്നുപോരുത്, ഭാസ്കര പട്ടേലർ എന്ന കഥാപാത്രമാണ് മമ്മൂട്ടി വിധേയനിൽ ചെയ്തത്. പൊന്തൻ മാട സംവിധാനം ചെയ്തത് TV ചന്ദ്രനാണ്. എന്നാൽ വിധേയൻ സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണൻ. നെക്സ്റ്റ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്ന ചലച്ചിത്രത്തിന്, അതൊരു ഇംഗ്ലീഷ് ചലച്ചിത്രമാണ്, മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നു. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ. ജബ്ബാർ പട്ടേലാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. ആരാണ്? ജബ്ബാർ പട്ടേൽ. ജബ്ബാർ പട്ടേൽ BR അംബേദ്കർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് 98 മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടുന്നു. അപ്പൊ മമ്മൂട്ടിക്ക് എത്ര തവണ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്? പെട്ടെന്ന് പഠിച്ചോ, 3 തവണ. ഒന്ന് 89 വടക്കൻ വീരഗാഥയും മതിലുകളും ചേർത്തുകൊണ്ട്, 2 93 പൊന്തൻ മാടയും വിധേയനും ചേർത്തുകൊണ്ട്, 98 ബാബാ സാഹേബ് അംബേദ്കർ എന്ന ചലച്ചിത്രത്തിന്. നെക്സ്റ്റ് 6ാമത്തത് മോഹൻലാൽ. മോഹൻലാലിന് നാഷണൽ അവാർഡ് കിട്ടിയത് 2 തവണയാണ്. ആദ്യം കിട്ടുന്നത് 1991 ഭരതം എന്ന സിനിമയ്ക്കാണ്. ഭരതം എന്ന സിനിമയ്ക്ക് മോഹൻലാലിന് നാഷണൽ അവാർഡ് കിട്ടുന്നു. സംവിധാനം ചെയ്തത് സിബി മലയിലാണ്. കഥാപാത്രം കലൂർ ഗോപിനാഥൻ. കലൂർ ഗോപിനാഥൻ ഇമ്പോർട്ടന്റ് ആണ്. ഭരതം എന്ന സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താണ്? കലൂർ ഗോപിനാഥൻ എന്നാണ്. മോഹൻലാലിന് 2ാമത് നാഷണൽ അവാർഡ് കിട്ടുന്നത് ഏറ്റവും മികച്ച കഥാപാത്രമായ കുഞ്ഞിക്കുട്ടൻ എന്ന കഥാപാത്രം ചെയ്തു. ഏതില്? വാനപ്രസ്ഥത്തിൽ. വാനപ്രസ്ഥത്തിൽ മോഹൻലാൽ ചെയ്ത കഥാപാത്രത്തിന്റെ പേരാണ് കുഞ്ഞിക്കുട്ടൻ. വാനപ്രസ്ഥത്തിൽ മോഹൻലാൽ ചെയ്ത കഥാപാത്രത്തിന്റെ പേരാണ് കുഞ്ഞിക്കുട്ടൻ. ഷാജിയൻ കരുണാണ് ആ സിനിമ സംവിധാനം ചെയ്തത് 99. 7ാമത് ബാലചന്ദ്ര മേനോനും സുരേഷ് ഗോപിക്കും ഒരേ വർഷം അവാർഡ് കിട്ടി. കാരണം അവർ പങ്കിട്ടു 97. ബാലചന്ദ്ര മേനോൻ സമാന്തരങ്ങൾ എന്ന ചലച്ചിത്രത്തിന് സംവിധാനം ചെയ്തത് ബാലചന്ദ്ര മേനോനാണ്. ആ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം, നിർമ്മാണം, സംവിധാനം, ഇത്രയും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട് നാഷണൽ അവാർഡ് നേടിയ ഇന്ത്യയിലെ തന്നെ ഒരൊറ്റ നടനേ ഉള്ളൂ. അത് ബാലചന്ദ്ര മേനോനാണ്. 97 സമാന്തരങ്ങൾ എന്ന ചലച്ചിത്രത്തിൽ അതിൽ അദ്ദേഹം ചെയ്ത കഥാപാത്രത്തിന്റെ പേര് ഇസ്മയിൽ എന്നാണ്. ഏതാണ്? ഇസ്മയിൽ. 97. സുരേഷ് ഗോപിയുടെ സിനിമ ജീവിതത്തിൽ ഏറ്റവും മികച്ച കഥാപാത്രമായി നിൽക്കുന്ന കഥാപാത്രമാണ് കണ്ണൻ പെരുമലയൻ എന്ന കഥാപാത്രം. കളിയാട്ടം എന്ന സിനിമയ്ക്ക് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടുന്നു. ജയരാജാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. ആരാണ്? ജയരാജ്. പിന്നീട് അവാർഡ് ലഭിക്കുന്നത് മുരളിക്കാണ്. നെയ്ത്തുകാരൻ എന്ന സിനിമയ്ക്ക്. നെയ്ത്തുകാരൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് പ്രിയനന്ദൻ. നെയ്ത്തുകാരനിലെ മുരളിയുടെ കഥാപാത്രത്തിന്റെ പേര് അപ്പ
അപ്പമേസ്തിരി എന്നാണ്, തെറ്റിക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. നെയ്ത്തുകാരനിലെ മുരളിയുടെ കഥാപാത്രത്തിന്റെ പേര് അപ്പമേസ്തിരി. എന്താണ്? അപ്പമേസ്തിരി, പഠിച്ചോളണേ. അതിനുശേഷം സലിം കുമാർ, ആദാമിന്റെ മകൻ അബു, ഇതൊക്കെ നമ്മൾക്ക് വളരെ റീസെന്റ് ആയിട്ടുള്ള അവാർഡ്സ് ആണ്, നമ്മൾ ഓർമ്മയിൽ കാണും. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ചലച്ചിത്രമായിരുന്നു. അബു എന്ന കഥാപാത്രമാണ് 2010. അതിനുശേഷം സുരാജ് വെഞ്ഞാറമൂട്, ഏറ്റവും ഒടുവിൽ മികച്ച നടനുള്ള നാഷണൽ അവാർഡ് കിട്ടുന്നത് പേരറിയാത്തവർ എന്ന സിനിമയ്ക്ക് ഡോക്ടർ ബിജു ആണ് സംവിധാനം ചെയ്തത്. കഥാപാത്രത്തിന് പേരില്ല, പേരറിയാത്തവർ എന്നാണ് ആ സിനിമയുടെ തന്നെ പേര്. 11ാമത് അവാർഡ് ലഭിക്കുന്നത് സുരാജ് വെഞ്ഞാറമൂടിനാണ്. അപ്പൊ സുരാജ് വെഞ്ഞാറമൂട് ഉൾപ്പെടെ ഇതുവരെ മലയാളത്തിൽ നിന്നും നാഷണൽ അവാർഡ് നേടിയ നടന്മാരുടെ എണ്ണം ചോദിച്ചാൽ 11 പേരാണ്. 11 പേർക്കാണ് മലയാളത്തിൽ നിന്ന് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് ലഭിച്ചത്. റീസെന്റ് ആയിട്ടുള്ള പീക്ക് പരിശോധിക്കുന്നുവെങ്കിൽ നമ്മൾ കഥാപാത്രവും സിനിമയും പഠിച്ചിരിക്കുക. ഓക്കെ, പെട്ടെന്ന് റിവിഷൻ ചെയ്യാം. 1 PJ ആന്റണി, നിർമാല്യം, വെളിച്ചപ്പാടൻ എന്ന കഥാപാത്രം. ഭരത് ഗോപി, കൊടിയേറ്റം, ശങ്കരൻ കുട്ടി എന്ന കഥാപാത്രം. ബാലൻ കെ നായർ, ഓപ്പോൾ, ഗോവിന്ദൻ കുട്ടി എന്ന കഥാപാത്രം. പ്രേംജി, പിറവി, പ്രൊഫസർ രാഘവ ചാക്യാർ എന്ന കഥാപാത്രം. മമ്മൂട്ടിക്ക് ആദ്യം വടക്കൻ വീരഗാഥ ചന്തു, മതിലുകൾ ബഷീർ. രണ്ടാമത്തത് പൊന്തൻമാടയിലെ മാട, വിധേയനിലെ ഭാസ്കര പട്ടേലർ. മൂന്നാമത്തത് ബാബാ സാഹേബ് അംബേദ്കറിലെ BR അംബേദ്കർ. മോഹൻലാലിന് 2 തവണ ഭരതത്തിൽ കലൂർ ഗോപിനാഥൻ, വാനപ്രസ്ഥത്തിൽ കുഞ്ഞിക്കുട്ടൻ. ബാലചന്ദ്ര മേനോൻ ഇസ്മയിൽ എന്ന കഥാപാത്രം സിനിമ സമാന്തരങ്ങൾ. കണ്ണൻ പെരുമലയൻ കളിയാട്ടത്തിൽ സുരേഷ് ഗോപി. മുരളി നെയ്ത്തുകാരിൽ അപ്പമേസ്തിരി. സലിം കുമാർ ആദാമിന്റെ മകൻ അബു, സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ചലച്ചിത്രം. സുരാജ് വെഞ്ഞാറമൂട് പേരറിയാത്തവർ എന്ന ചലച്ചിത്രം, അതിൽ കഥാപാത്രത്തിന് പേരില്ല. ഇതാണ് മലയാളത്തിലെ നടന്മാർ. ഇനി നടിമാർ, നാഷണൽ അവാർഡ് ലഭിച്ച നടിമാർ. ആദ്യം ശാരദയ്ക്ക് 2 തവണയാണ് നാഷണൽ അവാർഡ് മലയാളത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഒന്ന് തുലാഭാരം എന്ന ചലച്ചിത്രത്തിന്. തുലാഭാരം സംവിധാനം ചെയ്തത് A. വിൻസെന്റ് ആണ്. കഥാപാത്രത്തിന്റെ പേര് വിജയ എന്നാണ്. വിജയ, ശാരദ ചെയ്ത കഥാപാത്രം. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സ്വയംവരത്തിന് ശാരദയ്ക്ക് 2ാമത് നാഷണൽ അവാർഡ് കിട്ടുന്നു. അപ്പൊ ശാരദയ്ക്ക് തുലാഭാരത്തിലും കിട്ടുന്നു, സ്വയംവരത്തിലും കിട്ടുന്നു. സ്വയംവരം അടൂരിന്റെ സിനിമയാണ്. സീത എന്ന കഥാപാത്രം. സീത എന്ന കഥാപാത്രം. മോനിഷ, നഖക്ഷതങ്ങൾ എന്ന സിനിമയ്ക്ക് അവാർഡ് ലഭിക്കുന്നു. ഹരിഹരനാണ് സംവിധായകൻ. ഗൗരി എന്ന കഥാപാത്രമാണ് മോനിഷ ചെയ്തത്. 3ാമത് ശോഭന, എല്ലാവർക്കും ഫെമിലിയർ ആയ ചലച്ചിത്രം. മണിച്ചിത്രത്താഴ്, സംവിധായകൻ ഫാസിലാണ്. ഗംഗാ നാഗവല്ലി, അറിയാലോ, ഇരട്ട വ്യക്തിത്വം അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച നടിയാണ്. ഗംഗാ നാഗവല്ലി എന്ന കഥാപാത്രങ്ങൾ ചെയ്തതിന് ശോഭനയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നു. പാഠം 1 ഒരു വിലാപം എന്ന ചലച്ചിത്രത്തിന് ഷാഹിന എന്ന കഥാപാത്രം, പേര് മറന്നുവല്ലേ, ഷാഹിന എന്ന കഥാപാത്രത്തിന് മീര ജാസ്മിൻ അവാർഡ് കിട്ടുന്നുണ്ട്. മീര ജാസ്മിൻ 2003 പാഠം 1 ഒരു വിലാപം സംവിധാനം ചെയ്തത് TV ചന്ദ്രൻ. 5ാമത്തത് സുരഭി ലക്ഷ്മി, ഏറ്റവും ഒടുവിൽ അവാർഡ് ലഭിക്കുന്നത് സുരഭി ലക്ഷ്മിക്കാണ്. മിന്ന മിനുങ്ങ് എന്ന ചലച്ചിത്രത്തിനാണ്. അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ്. അതിൽ അമ്മ എന്ന കഥാപാത്രമാണ് അവരെ അവതരിപ്പിച്ചത്, സുരഭി ലക്ഷ്മി. അപ്പൊ 5 നടിമാരാണ്. 1 ശാരദ, 2 മോനിഷ, 3 ശോഭന, 4 മീര ജാസ്മിൻ, 5 സുരഭി ലക്ഷ്മി മലയാളത്തിൽ നിന്ന് അവാർഡ് നേടിയത്. ഓക്കെ, നെക്സ്റ്റ് ദേശീയ പുരസ്കാരം നേടിയ മലയാളത്തിലെ പ്രധാന സംവിധായകർ, അതായത് ഏറ്റവും മികച്ച സംവിധായകനുള്ള നാഷണൽ അവാർഡ് നേടിയ മലയാളത്തിലെ സംവിധായകർ. അടൂർ ഗോപാലകൃഷ്ണൻ 5 തവണ അടൂര് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സംവിധായകനായിട്ടുണ്ട്. 5 ടൈംസ്. 1 സ്വയംവരം, നിങ്ങൾ മറന്നു പോകരുത്, സിനിമ അടൂരിന്റെയാണ്, നമ്മൾ പഠിച്ചു. മുഖാമുഖം, വർഷം ഒന്നും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അനന്തരം ഇമ്പോർട്ടന്റ് ആണ്. അനന്തരം അടൂരിന്റെ സിനിമ. മതിലുകൾ, 4 പെണ്ണുങ്ങൾ. ഇങ്ങനെ 5 തവണ അടൂരിന് അവാർഡ് കിട്ടി. മികച്ച സംവിധായകനുള്ള നാഷണൽ അവാർഡ്. സ്വയംവരം, മുഖാമുഖം, അനന്തരം, മതിലുകൾ, 4 പെണ്ണുങ്ങൾ. അടൂരിനെ പോലെ തന്നെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംവിധായകനാണ് G. അരവിന്ദൻ. അദ്ദേഹം 1991 നമ്മെ വിട്ട് പിരിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ചെറിയ കാലയളവിൽ അദ്ദേഹം 3 തവണയാണ് നാഷണൽ അവാർഡ് നേടിയത്. കാഞ്ചന സീത, തമ്പ്, ഒരിടത്ത്. അപ്പൊ ഈ സിനിമകൾ സംവിധാനം ചെയ്ത് ആരെന്ന് മറന്നു പോരുത്, G. അരവിന്ദൻ. കാഞ്ചന സീതയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി, തമ്പിന് നാഷണൽ അവാർഡ് കിട്ടി, ഒരിടത്തിന് നാഷണൽ അവാർഡ് കിട്ടി. ജയരാജിന് 2 തവണ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, കളിയാട്ടത്തിനും ഭയാനകത്തിനും. 97 2010. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, കളിയാട്ടം ഭയാനകം സിനിമ സംവിധാനം ചെയ്തത് ആര്? ജയരാജ്. കളിയാട്ടവും ഭയാനകവും സംവിധാനം ചെയ്തത് ജയരാജ്. ഷാജിയൻ കരുൺ അവാർഡ് കിട്ടി 88 പിറവി എന്ന ചലച്ചിത്രത്തിന്. പിറവി. അതുപോലെ TV ചന്ദ്രന് പൊന്തം മാടയ്ക്ക് അവാർഡ് കിട്ടി 93. രാജീവ് നാഥിന് ജനനി
എന്ന ചലച്ചിത്രത്തിന്, രാജീവ് നാഥ് എന്ന സംവിധായകന് ജനനി എന്ന ചലച്ചിത്രത്തിന് 98 അവാർഡ് കിട്ടി. ഇത്രയുമാണ് മലയാളത്തിൽ നിന്ന് നാഷണൽ അവാർഡ് നേടിയ സംവിധായകർ. അപ്പൊ അടൂരിന് എത്ര തവണ? അടൂരിന് മികച്ച സംവിധായകനുള്ള അവാർഡ് എത്ര തവണ കിട്ടി? 5 തവണ. സ്വയംവരം, മുഖാമുഖം, അനന്തരം, മതിലുകൾ, 4 പെണ്ണുങ്ങൾ. ജി അരവിന്ദന് കാഞ്ചന സീതയും തമ്പും ഒരിടത്തും. അപ്പൊ ഒരിടത്തുള്ള തമ്പിൽ സീതയുണ്ട്, ഒരിടത്തുള്ള തമ്പിൽ സീതയുണ്ടെന്ന് ഓർത്തു വെച്ചുക. ഒരിടത്ത് തമ്പ്, കാഞ്ചന സീത. ആരുടേത്? ജി അരവിന്ദൻ്റെത്. ജയരാജിൻ്റെത് കളിയാട്ടവും ഭയാനകവും. ഷാജിയൻ കരുണ്ടത് പിറവി. ടി വി ചന്ദ്രൻ്റെത് പൊന്തന്മാട. രാജീവ് നാഥിൻ്റെത് ജനനി. ഇനി മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള മലയാള സിനിമകൾ. ഇന്ത്യയിലെ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയിട്ടുള്ള സിനിമകൾ. ഓക്കെ, അപ്പൊ അതില് ആദ്യം ചെമ്മീനാണ് പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡല്. എന്നാൽ ഇതിനു മുമ്പ് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയുണ്ട്, വെള്ളി മെഡൽ കിട്ടിയ നീലക്കുയിൽ. അത് ദേശീയ അവാർഡ് കിട്ടി, പക്ഷെ മികച്ച സിനിമയ്ക്കുള്ളതല്ല. മികച്ച സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡ് കിട്ടിയത് ആദ്യത്തെ സിനിമ ചെമ്മീനാണ്. രാമു കാര്യാട്ടാണ് സംവിധാനം ചെയ്തത്. പിന്നെ സ്വയംവരം, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. അടൂര് മികച്ച സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡ്. അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയ്ക്ക് കിട്ടി, സംവിധായകന് കിട്ടി, നടിക്ക് കിട്ടി 3 അവാർഡ്. പ്രധാനമായും 3 അവാർഡ്. സ്വയംവരം. നിർമാല്യം MD ക്ക് കിട്ടി. അപ്പൊ സ്വയംവരം കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം MD നിർമാല്യം ഏറ്റവും മികച്ച സിനിമയായിട്ട് ഇന്ത്യയിൽ തെരഞ്ഞെടുത്തു. ചിദംബരം, അരവിന്ദന്റെ ചിദംബരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയായി. എന്നാൽ അരവിന്ദൻ മികച്ച സംവിധായകൻ ചിദംബരത്തിലായില്ല. അരവിന്ദന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ഒരിടത്ത് തമ്പ്, കാഞ്ചന സീതയാണ്. പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും മികച്ച സിനിമയായിട്ട് ഏതിനെ തിരഞ്ഞെടുത്തു? ചിദംബരം. അപ്പൊ ആദ്യം ചെമ്മീന്, രണ്ടാമത് സ്വയംവരം, 3 നിർമാല്യം, 4 ചിദംബരം സംവിധാനം ചെയ്ത ആരാണ്? ജി അരവിന്ദൻ. പിറവിക്ക് കിട്ടി. പിറവിക്ക് ഷാജിയൻ കരുണിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരവും കിട്ടി. സിനിമ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയായി പിറവി. കഥാപുരുഷൻ അടൂർ ഗോപാലകൃഷ്ണന് കഥാപുരുഷനില് മികച്ച സംവിധായകനുള്ള നാഷണൽ അവാർഡ് കിട്ടിയില്ല. പക്ഷേ കഥാപുരുഷൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തു. വാനപ്രസ്ഥം ഷാജിയൻ കരുൺ, മോഹൻലാലിന് നാഷണൽ അവാർഡ് കിട്ടിയ ചലച്ചിത്രം. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ചലച്ചിത്രമായിരുന്നു വാനപ്രസ്ഥം. ശാന്തം ജയരാജ്. പുലിജന്മം, പ്രിയനന്ദൻ എന്ന സംവിധായകന്റെ പുലിജന്മം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചലച്ചിത്രമായി. ഷാജിയൻ കരുണിന്റെ കുട്ടി സ്രാങ്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചലച്ചിത്രമായി. ആദാമിന്റെ മകൻ അബു, സലീം അഹമ്മദ് സംവിധാനം ചെയ്തത്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചലച്ചിത്രമായി. മരക്കാർ, അറബിക്കടലിന്റെ സിംഹം, പ്രിയദർശൻ സംവിധാനം ചെയ്ത ചലച്ചിത്രം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചലച്ചിത്രമായി. അങ്ങനെ 12 തവണ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമ മലയാള സിനിമയായി മാറിയിട്ടുണ്ട്. എത്ര തവണ? 12 തവണ. ആ 12 സിനിമകളെ സംവിധായകരെ ഒന്ന് പരിചയപ്പെടാം. 1 ചെമ്മീന് രാമു കാര്യാട്ട്, 2 സ്വയംവരം അടൂർ ഗോപാലകൃഷ്ണൻ, 3 നിർമാല്യം MT വാസുദേവൻ നായർ, 4 ചിദംബരം ജി അരവിന്ദൻ, 5 പിറവി ഷാജി എൻ കരുൺ, 6 കഥാപുരുഷൻ അടൂർ ഗോപാലകൃഷ്ണൻ, 7 വാനപ്രസ്ഥം ഷാജി എൻ കരുൺ, 8 ശാന്തം ജയരാജ്, 9 പുലിജന്മം പ്രിയനന്ദൻ, 10 കുട്ടിസ്രാങ്ക് ഷാജിയൻ കരുൺ, 11 സലീം അഹമ്മദ്, ആദാമിന്റെ മകൻ അബു സലീം അഹമ്മദ്, 12 മരക്കാർ അറബിക്കടലിന്റെ സിംഹം പ്രിയദർശൻ. ഓക്കെ, പിന്നെ റീസെന്റ് ആയിട്ട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ് എന്നുള്ളത്. അപ്പൊ മലയാള സിനിമയുടെ വളർച്ചയിൽ നിന്ന് മലയാള സിനിമയിൽ സാങ്കേതികപരമായി വന്ന മാറ്റങ്ങളിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ് മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏത്. റീസെന്റ് ചോദ്യമാണ് 2024 നടന്നത്. അങ്ങനെയാണെങ്കിൽ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട സിനിമകളെ പരിചയപ്പെടാം. സിമ്പിളാണ്. 1928 പുറത്തിറങ്ങിയ വിഗതകുമാരൻ മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രമായിരുന്നു. പക്ഷെ നിശബ്ദ ചലച്ചിത്രമാണ്. പുറത്തിറങ്ങിയ വർഷം 1928. നമ്മൾ ക്രാഷ് ആയിട്ടൊന്ന് പറഞ്ഞു പോവുകയാണെ. രണ്ടാമത്തെ ചലച്ചിത്രം നിശബ്ദ ചലച്ചിത്രമായിരുന്നു മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ബാലനാണ്. 1938 ബാലൻ റിലീസായത്. രണ്ടാമത്തെ ശബ്ദ ചലച്ചിത്രം ജ്ഞാനാംബിക എന്ന ചലച്ചിത്രമാണ്. ഏതാണ്? ജ്ഞാനാംബിക. മലയാളത്തിൽ ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ്, അതായത് ഹിറ്റായ സിനിമ, മുടക്ക് മുതൽ തിരിച്ചു കിട്ടി ഹിറ്റായ സിനിമ ജീവിത നൗക. അപ്പൊ മലയാളത്തിലെ ആദ്യ സിനിമ ചോദിച്ചാലും നിശബ്ദ സിനിമ ചോദിച്ചാലും വിഗതകുമാരൻ, രണ്ടാമത്തെ സിനിമ ചോദിച്ചാലും രണ്ടാമത്തെ നിശബ്ദ സിനിമ ചോദിച്ചാലും മാർത്താണ്ഡവർമ്മ, ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ചോദിച്ചാൽ ബാലൻ, രണ്ടാമത്തെ ശബ്ദ ചലച്ചിത്രം ജ്ഞാനാംബിക, ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് ജീവിത നൗക. ദേശീയ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് നീലക്കുയിലിനാണ്. പക്ഷേ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, നീലക്കുയിലിന് നാഷണൽ അവാർഡ് കിട്ടി, പക്ഷെ മികച്ച ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് അല്ല,
മികച്ച ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് കിട്ടുന്നത് ചെമ്മീനിനാണ്. പക്ഷെ നാഷണൽ അവാർഡ് നീലക്കുയിലിന് കിട്ടിയിട്ടുണ്ട്, വെള്ളി മെഡലാണ്. പക്ഷെ അത് അവാർഡ് തന്നെയല്ലോ. അപ്പൊ നാഷണൽ അവാർഡ് കിട്ടുന്ന സിനിമ നീലക്കുയിലാണ്, മികച്ച ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് കിട്ടുന്നത് ചെമ്മീനാണ്. മലയാളത്തിൽ ആദ്യത്തെ നിയോ റിയലിസ്റ്റിക് ചലച്ചിത്രം ന്യൂസ് പേപ്പർ ബോയ്, ആദ്യത്തെ കളർ ചലച്ചിത്രം, അതാണ് ഈ ക്വസ്റ്റ്യൻ, കണ്ടം വെച്ച കോട്ട്. മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്, മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ചെമ്മീൻ. പൂർണ്ണമായും ഔട്ട്ഡോർ ഷൂട്ട് ചെയ്ത മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ് ഓളവും തീരവും. പൂർണ്ണമായിട്ടും അന്നൊക്കെ പൂർണ്ണമായിട്ട് സ്റ്റുഡിയോയ്ക്കകത്താണ് ഷൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങളിൽ സ്റ്റുഡിയോ ഷൂട്ട് ചെയ്യും. പക്ഷെ സ്റ്റുഡിയോ ഒന്നും ഉപയോഗിക്കാതെ പൂർണ്ണമായും ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തതാണ് ഓളവും തീരവും. മലയാളത്തിലെ ആദ്യത്തെ സിനിമാ സ്കോപ്പ് ചലച്ചിത്രം, ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, തച്ചോളി അമ്പു. മലയാളത്തിലെ ആദ്യത്തെ സിനിമാ സ്കോപ്പ് ചലച്ചിത്രം തച്ചോളി അമ്പു. 70mm ചലച്ചിത്രം പടയോട്ടം, 70mm ചലച്ചിത്രം പടയോട്ടം. 3D ചലച്ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ. 3D ചലച്ചിത്രം, ആദ്യത്തെ 3D ചലച്ചിത്രം ഏതാണ്? മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ആദ്യത്തെ ഡോൾബി സ്റ്റീരിയോ ചലച്ചിത്രം കാലാപാനി, പ്രിയദർശന്റെ കാലാപാനിയാണ് ആദ്യത്തെ ഡോൾബി സ്റ്റീരിയോ. ആദ്യത്തെ DTS സിനിമ മിലേനിയം സ്റ്റാർസ്, ആദ്യത്തെ DTS സിനിമ മിലേനിയം സ്റ്റാർസ്. ആദ്യത്തെ ഡിജിറ്റൽ സിനിമ, അതായത് ഫിലിമിലാണ് അതിന് മുമ്പ് എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഫിലിം മാറി ഡിജിറ്റലൈസ് ചെയ്ത് ആദ്യം ഷൂട്ട് ചെയ്ത മലയാള സിനിമ മൂന്നാമതൊരാൾ എന്ന് പറയുന്ന സിനിമയാണ്. ഓസ്കാർ എൻട്രി നേടിയ ആദ്യത്തെ സിനിമ ഗുരു. ഏതാണ്? ഗുരു. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചൊന്ന് റിവിഷൻ ചെയ്തു പോവാം. ഓസ്കാർ എൻട്രി ആണെങ്കിൽ ഗുരു, ഡിജിറ്റൽ ആണെങ്കിൽ മറന്നു വരുത്, ഡിജിറ്റൽ ആണെങ്കിൽ ഏത്? മൂന്നാമതൊരാൾ. DTS ആണെങ്കിൽ മിലേനിയം സ്റ്റാർസ്, ഡോൾബി സ്റ്റീരിയോ കാലാപാനി, 3D മൈ ഡിയർ കുട്ടിച്ചാത്തൻ, 70mm പടയോട്ടം. ആദ്യത്തെ സിനിമാ സ്കോപ്പ് തച്ചോളി അമ്പു. ഔട്ട്ഡോർ പൂർണ്ണമായും ചെയ്തത് ഓളവും തീരവും. മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയത് ചെമ്മീൻ. കളർ സിനിമ കണ്ടം വെച്ച കോട്ട്. നിയോ റിയലിസ്റ്റിക് സിനിമ ന്യൂസ് പേപ്പർ ബോയ്. ദേശീയ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് നീലക്കുയിൽ. ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് ജീവിത നൗക. രണ്ടാമത്തെ ശബ്ദ ചലച്ചിത്രം ജ്ഞാനാംബിക. ഒന്നാമത്തെ ശബ്ദ ചലച്ചിത്രം ബാലൻ. രണ്ടാമത്തെ ചലച്ചിത്രം അല്ലെങ്കിൽ രണ്ടാമത്തെ നിശബ്ദ സിനിമ മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രം വിഗതകുമാരൻ. വിഗതകുമാരൻ റിലീസ് ചെയ്ത വർഷം 1928, ബാലൻ റിലീസ് ചെയ്ത വർഷം 1938. അപ്പോ ഇത്രയും വസ്തുതകളാണ് ഈ 2024 നടന്ന ചോദ്യ പേപ്പറുകളിൽ നിന്ന് മലയാള സിനിമയിൽ നിന്ന് ചോദിച്ചത്. അതിനൊരു പ്രാധാന്യം ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് പവർ റിവിഷനിൽ ഈ ഒരു ചെറിയ ടോപ്പിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. പരമാവധി ഇതിൽ നിന്ന് തന്നെയായിരിക്കും ഇനിയും ചോദ്യം വരാൻ സാധ്യത. എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. നന്ദി.